എന്റെ കോയക്ക, ഈ റേഷൻ കടയിലെ തെറ്റ് തിരുത്താൻ വരലൊക്കെ സ്വാഭാവികമാണ്. ഇത് എല്ലാവർക്കും ഇങ്ങനെ തെറ്റ് വന്നോണ്ടിരുന്നപ്പോ എന്താ ചെയ്യാ? എനിക്ക് വന്നേലത്തെ തെറ്റ് നോക്കിയേ. എന്താ നമ്മള് ചെയ്യാന്നേ? എന്റെയും ഭാര്യയുടെയും മോന്റെയും ഡേറ്റ് ഓഫ് ബർത്ത് ഒറ്റ ഡേറ്റ് ഓഫ് ബർത്താ. എല്ലാരും ഒറ്റ ദിവസം പ്രസവിച്ചതാ. എന്താ ചെയ്യാ നമ്മള്? പ്രാവശ്യം ഞാൻ മോളെ ചേർത്താണ്. അല്ലേ? അവളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ടാണ് ചേർത്തത്. നോക്കുമ്പോ അവളെ ചേർത്തിട്ടില്ല. എന്റെ സുഖത അതിപ്പോ ഈ പറഞ്ഞ മാതിരിക്ക് ഇപ്പൊ സകല ആൾക്കാർക്കുണ്ടേ. സത്യശീലിന്റെ ഇതിലുണ്ട് തെറ്റ്. എന്താണ് സത്യശീലിന്റെ അമ്മയുടെ പേരൊന്ന് വെച്ച് നോക്കിയ. നമ്മടെ പേര് സൂർപ്പണകയോ? അയ്യോ അത് കഷ്ടം കേട്ടോ. എന്താ അങ്ങനൊക്കെ ചെയ്തു വെച്ചാല്? ഇതിന്റെ പേരിലുള്ള കച്ചറ എന്താന്നറിയോ വീട്ടില്? എന്താ നമ്മള് ചെയ്യാ? അതൊക്കെ അങ്ങനെ അതൊക്കെ കൊറേ നോക്കിട്ട് നിങ്ങളെ ശ്രദ്ധ കുറവുണ്ട്. നിങ്ങള് വർത്താനം പറഞ്ഞിട്ടിപ്പോ ഞാൻ ഇവിടുന്ന് തിരുത്തി വിടണമായിരിക്കാണല്ലോ. ഇതൊക്കെ കമ്പ്യൂട്ടറിൽ നിന്ന് ഓരോരുത്തർ പേരടിച്ച് പൈസ ഒക്കെ അടിച്ച് ഇറക്കുമ്പോ അങ്ങോട്ട് ആയി വരണാണ്. അല്ലാണ്ട് ഞാനല്ല പോയി ചെയ്യണത്. ഇനിയിപ്പോ ഇതിന്റെ പുറമെയുള്ള വേറെ കേസ് കേൾക്കണോ? 800 റേഷൻ കാർഡാണ് ഇപ്പൊ നമ്മുടെ ഈ റേഷൻ പരിധിയിലുള്ളത്. ഇപ്പൊ 815 കാർഡാ വന്നേക്കണത്. ഈ 15 കാർഡിന്റെ ഉടമ പാരാന്ന് അന്വേഷിച്ചോണ്ട് നടക്കാം ഞാൻ. ഒന്ന് ആലോചിച്ചൊക്കെ എന്റെ ഒരു ഹലാക്ക്. അമ്മ ഞാൻ ഇതിപ്പോ എങ്ങനെയെങ്കിലും ഇവിടെ പൂട്ടി പോയാൽ മതി എന്റെ മനസ്സിൽ. അങ്ങനെ പൂട്ടി പോവാന്നൊന്നും പറയണ്ട. ഒരു ലാഭമൊന്നും ഇല്ലാണ്ട് പൊരുത്തനും റേഷൻ കട നടത്തൊന്നുമില്ല. ആയിക്കോട്ടെ, നിങ്ങളൊക്കെ അങ്ങനെ തന്നെ വിചാരിച്ചോളൂ. അതെന്ത് വിചാരിക്കാന്ന് പറയരുത്. ഒരു കാര്യം, ഇയാൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ റേഷൻ മുഴുവൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പരാതി ഉണ്ടെങ്കിൽ സംശയം. നിങ്ങളിപ്പോ ഞാൻ പൂത്തി അല്ല വേണ്ട പറഞ്ഞോളൂ. ഉണ്ടായിരിക്കും. ഞാൻ പറയട്ടെ, അമ്മന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞല്ലേ, ഇത് നാലാളോട് പറയാൻ പറ്റില്ല, പരിഹരിക്കണം. എന്നപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ അത് അന്വേഷിക്കേണ്ട കടമുണ്ട്. അന്വേഷിച്ചോ. എന്താ കഴിഞ്ഞ മാസം 8 കിലോ അരി വെച്ച് കൊടുക്കേണ്ടത് 5 കിലോ അരിയെ കൊടുത്തുള്ളൂ എന്ന് കംപ്ലൈന്റ് ഉണ്ടല്ലോ. അപ്പൊ അറിഞ്ഞില്ലേ? ഈ പൊതുപ്രവർത്തനല്ലേ? പറയൂ. ഈ 8 കിലോ അരി വെച്ച് കൊടുക്കണത് ഇനി വേണ്ട 5 കിലോ അരി വെച്ചിട്ടേ കൊടുക്കണുള്ളൂ എന്ന് തീരുമാനമായത് അറിഞ്ഞില്ലേ? അത് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു തന്നെ. ഇലക്ഷനും സംഭവമൊക്കെ വന്നോണ്ട് അത് പിൻവലിച്ചു എന്നറിഞ്ഞില്ലേ? പിൻവലിച്ചു എന്നറിഞ്ഞു. പല റേഷൻ കടയിലും അവസാനം അരി കൊടുത്തല്ലോ. ഇവിടെ ലാസ്റ്റ് ദിവസം വന്നപ്പോ നിങ്ങൾ അരിയില്ല പറഞ്ഞില്ലേ? ലാസ്റ്റ് ദിവസം വന്നു പറഞ്ഞാൽ നമ്മള് പിൻവലിച്ചില്ല എന്നുള്ള അറിയാത്ത സമയത്ത് അങ്ങനെ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അരി എന്ത് ചെയ്തു? അങ്ങനെ ഒരു ലാഭം ഇല്ലാണ്ട് ആരും റേഷൻ കട നടത്തില്ല. എന്ത് ലാഭം നടന്നു? ഈ ലാഭം കേട്ടോ. ഈ ഇവിടുന്ന് ഒരു ചാക്ക അരി അങ്ങോട്ട് വിറ്റ് കഴിഞ്ഞ ഒരു റേഷൻ കടക്കാരന് കിട്ടുന്ന കായ് എത്ര എനിക്ക്? 60 ഉറുപ്യ. എന്താ മനസ്സിലാക്കി? ഈ 60 ഉറുപ്യ എന്ന് ഇവിടുന്ന് ഏറ്റുകൂലി ഇറക്കൂലി അത് കഴിഞ്ഞ് ഇവിടെ ഒരുത്ത തൂക്കി കൊടുക്കാൻ ഉണ്ടെങ്കിൽ അവനക്കുള്ള കായ്, ഇനി അതും കഴിഞ്ഞ് ഇതിനുള്ള വാടക, ഇതൊക്കെ കഴിഞ്ഞ് എന്തുണ്ടാവും പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇത് നടത്തേണ്ട ആവശ്യമില്ല. ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു പലചരക്ക് കച്ചവടക്കാർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ അത് കച്ചവടം ചെയ്യാനായിട്ട്? ഈ റേഷൻ കട നടത്തുന്നത് ഇവിടുത്തെ ചാക്കുകൾ ഇങ്ങോട്ട് ഇറങ്ങണം വെച്ചാല് DSO, ESO, RI ഈ ജാതി ആൾക്കാർക്കൊക്കെ കൈക്കൂലി കൊടുക്കണം. ഇനി ഈ ബില്ലൂക്ക് ഒന്ന് സീൽ ചെയ്ത് തരുന്ന വെച്ചാല് പിയൂന്ന് ഒരേ കൈ കൊടുക്കണം. അറിയാം എനിക്ക്. അപ്പൊ ഇങ്ങനൊക്കെ ഉണ്ടാവുമ്പോ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ട വരും. ഇത് പിടിച്ചെക്കണം വെച്ചാല്. അതുകൊണ്ടല്ല ഈ 1 ഉറുപ്പ്യക്കും 2 ഉറുപ്പ്യക്കും സർക്കാർ അരി കൊടുക്കണത്. ഒട്ടും വഴിയില്ലാത്ത ആൾക്കാരാണ് അവരെ. ഈ പറ്റിക്കാന്ന് പറഞ്ഞാൽ സങ്കടമുള്ള കാര്യമാണ്. അവരെ ഞാൻ പറ്റിക്ക അന്ന് ഈ മനസ്സിലാക്കിക്കോ. ഇവിടുന്ന് 1 ഉറുപ്പ്യക്കും 2 ഉറുപ്പ്യക്കും അരി മേടിച്ച് കൊണ്ടുപോകണ ആൾക്കാര് ഈ മാവാട്ടണവർക്ക് ഈ അരി മറച്ചു വെക്കുന്നുണ്ട് ഇവിടെ ആൾക്കാർ. അതിനാർക്കും വരാതില്ല. അതെനിക്ക് കിലോന് 2 ഉറുപ്പ്യുള്ള 8 കിലോ അരി 150 ഉറുപ്പ്യ ഓട്ടോറിക്ഷ കൊടുത്ത് വന്ന് വാങ്ങി കൊണ്ടുപോകണവരുണ്ട് ഇവിടെ. എല്ലാ പാവങ്ങളെയും അങ്ങനെ അടച്ചാ ഏത് പാവങ്ങളപ്പൊ നിങ്ങൾ ഈ പറയണത്? ഇവിടെ പണിക്ക് പോയി കഴിഞ്ഞിട്ട് ഒരു 500 ഉറുപ്പ്യെങ്കിലും കൂലി ഇട്ടാത്ത ഏത് മനുഷ്യനാണുള്ളത്? അങ്ങനെ കരുതിയിട്ട് ഇപ്പൊ നിങ്ങൾക്കും എന്തോ ആവാ. അപ്പൊ അതുകൊണ്ടല്ലേ പറഞ്ഞ. അപ്പൊ പാവങ്ങൾ പറഞ്ഞ ഞങ്ങളും പാവങ്ങൾ തന്നെ. എനിക്കിപ്പോ സർക്കാരിന്റെ 8 കിലോ അരി ഒരു മാസം കിട്ടാണെങ്കിൽ അത് കിട്ടിയിരിക്കണം. കിട്ടി തരുന്നുണ്ടോ? അതെ, നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ട. എന്റെ പ്രശ്നം ഇപ്പൊ എന്താ? നിങ്ങൾ നിങ്ങളുടെ ന്യായം പറയൂ. പിന്നെ എന്റെ ന്യായം പറയാൻ പിന്നെ ഞങ്ങൾക്ക് ന്യായം അറിയണം. ഈ ന്യായം അറിഞ്ഞോ? അതെ, സപ്ലൈ ഓഫീസിൽ പോയിട്ട് എനിക്കറിയാം മന്മഥനെ. ഞാൻ പോയിട്ട് കൊടുക്കണോ കംപ്ലൈന്റ്? കൊടുക്കണോ? ഈ എന്റെ നിയമം എന്താ അറിഞ്ഞിട്ട് പോയി ഒരു കുന്തറിയാണ്ട് വലിയ വർത്താനം കൊറേ കണ്ടിട്ടില്ല. വലിയ വർത്താനം പറയണ്ട. നിങ്ങൾ പോയിക്കോളി. നിങ്ങൾ വർത്താനം ഒന്നും പറയണ്ട. നിങ്ങൾ പോയിക്കോളി. വെറുതെ ഓരോരോ വർത്താനം ഒരു കുന്തട്ട് അറിയൂല. ഓരോരോ നിയമങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. വെറുതെ അറിയാണ്ട് അതും ആയിക്കോട്ടെ. ഒരു കുഴപ്പമില്ല. ഞാൻ ഓൻ പൂട്ടിക്കണത് അങ്ങോട്ട് പൂട്ടിക്കോട്ടെ. കുഴപ്പമില്ല. ഇത് പൂട്ടാൻ ഒരു കാരണം കിട്ടാതിരിക്കാൻ ഞാൻ അങ്ങനെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ മാറ്റിയായിരുന്നു. നിങ്ങൾ പോയിക്കോളെ. അച്ഛനും കുറെ ആൾക്കാരും 1,800 കാർഡ് ഇതൊക്കെ കൂടി തലയിൽക്കാണ് ഇട്ടതൊക്കെയാണ് ഹംക്കിങ്ങൾ. എന്ത് വെച്ചിട്ട് തൂക്കി കൊടുക്കാൻ സമയം കിട്ടില്ല. ഒരാൾക്കൊരു റേഷൻ കട